ഇന്ന് ഒരു പിടിയും കടലയും ഉണ്ടാക്കാം. അതിന് 1 കപ്പ് കടല തലേന്ന് കുതിർത്തി വെള്ളത്തിലിടണം. കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഒരു തക്കാളി മുറിച്ചതും ഒരു സവോള മുറിച്ചതും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം. 5 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇത് 1 ഗ്ലാസ് വെള്ളം വെച്ച് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് ഒന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ 1 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഇളക്കി ചേർക്കാം. ഇത് നല്ലതുപോലെ ഇളക്കി വയ്ക്കാം. തണുത്ത ശേഷം കുഴച്ചെടുത്ത് ചെറിയ ബോൾസ് ആക്കാം. കടല വെന്ത ശേഷം ഈ ചെറിയ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 ആവി വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഈ ബോൾസ് 2 ആവി വരുന്നത് വരെ വേവിച്ചെടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലൊഴിക്കേണ്ട തേങ്ങ വറുത്തെടുത്തതാണ്. തേങ്ങ നല്ലതുപോലെ ആയി വരുമ്പോൾ അതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് വറുത്ത് അരച്ചെടുത്തതാണ്. അത് ഇതിലൊഴിച്ച് നല്ലതുപോലെ വറ്റിച്ചെടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് എടുക്കേണ്ടത്. വറുത്തരച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഇതിനൊരു പ്രത്യേക സ്വാദാണ്. ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോകും. ഇനി ഇതിലെ വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പുട്ടും ഇഡ്ഡലിയും ദോശയുമെല്ലാം തിന്ന് മടുത്തെങ്കിൽ ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. നല്ല സ്വാദാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.